ഹായ് ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ സമയം ഏകദേശം ഒരു രാത്രി 8 മണിയൊക്കെ ആയി. ഇന്ന് ഡേറ്റ് 18ആണ്. നാളെ ഒരു വിശേഷ ദിവസമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം. എന്താണെന്നറിയോ, 32 വർഷമായി ഞാനും എൻ്റെ ഭാര്യ വിവാഹിതരായിട്ട്. വെഡിങ് ആനിവേഴ്സറി ഇന്ന് എന്തായാലും ശരി അവർക്ക് ഒരു സാരി മേടിച്ചു കൊടുക്കണം. പിന്നെ സെലക്ഷൻ്റെ കാര്യത്തിൽ എനിക്കത്ര പ്രശ്നക്കാരൻ്റെ കാര്യം എനിക്ക് അത്ര സെലക്ഷനൊന്നും അറിയത്തില്ല. ഒരു പക്ഷേ ഇതിന് മുമ്പ് വിവാഹവാർഷിക സ്വാഭാവികമായിട്ട് എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും ഉണ്ടാവുമല്ലോ. ഇതിന് മുമ്പ് ഇതുപോലെ കഴിഞ്ഞ വർഷമായാലും ശരി ഞാൻ അത്ര ഇതായിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നാമത് ഈ വിവാഹവാർഷികം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പിള്ളേരാണ് പറഞ്ഞത് നാളെ അത്തി നിങ്ങളുടെ വിവാഹവാർഷികമാണ്, 32 വർഷമായി, എന്തെങ്കിലും മേടിച്ചാൽ അതാ ഞാൻ പറഞ്ഞാൽ എന്നാൽ ഒരു സാരി മേടിക്കാം എന്നും പറഞ്ഞ് പ്ലാൻ ഇട്ട് ഇങ്ങോട്ട് വന്നതാണ്. സത്യത്തിൽ ശമ്പളാക്കിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പിള്ളേർ പറഞ്ഞ് നമുക്ക് ടൗണിൽ വരെ ഒന്ന് പോകാം എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ഏതെങ്കിലും ജൗളിക്കടയിൽ പോയി ഒരു സാരിയൊക്കെ ഒന്ന് മേടിക്കണം. അതെ, ഇപ്പം 32 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ. അപ്പോൾ എന്തു തോന്നുന്നെത്തി ആദ്യം തന്നെ അത് ചോദിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 32 വർഷം ഒരു ചെറിയ കാലയളവല്ല, അതൊരു വലിയ കാലയളവ്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വലിയ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ വിവാഹം സക്സസ്ഫുൾ ആകാനായിട്ടുള്ള ആ ഒരു റെസിപ്പി അല്ലെങ്കിൽ ആ ഒരു രഹസ്യം എന്തോ? അതെ, സുഖത്തിലും ദുഃഖത്തിലും അത് പരസ്പരം മനസ്സിലാക്കി ഒരു ജീവിത പങ്കാളി ഉണ്ടെങ്കിലുണ്ടല്ലോ ആ ജീവിതം ഓക്കെയാണ്. മനസ്സിലായി? അത് ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പോരാളിക്കം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, പങ്കാളി മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിൽ നമുക്കതില്ല, ഒരു പക്ഷേ നമുക്കത് മേടിക്കാനുള്ള നിവൃത്തിയില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ അത് മേടിക്കാം. അങ്ങനെയൊക്കെ ഒരു സമാധാന വാക്ക് പറയുമ്പോഴത്തേക്കുണ്ട് ആ പ്രശ്നം അവിടെ സോൾവ് ആയി. നമുക്ക് പിന്നെ മേടിക്കാമെന്ന് പറയുമ്പോൾ അത് സോൾവ് ആയി. അതായത് സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ എല്ലാ സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വേണം. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ കുടുംബജീവിതം വിജയിക്കത്തുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇപ്പം നിങ്ങൾ തമ്മിലാണേലും ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് നല്ലൊരു സൗഹൃദം നിങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും വളരെ വിശ്വസ്തയോടുകൂടി തന്നെയാണ് ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതും എൻ്റെ ഭാര്യയോട് ഇടപെടുന്നതും. അതെല്ലാവർക്കും അറിയാം. കാര്യം എന്താ വെച്ചാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ള എല്ലാം. കാര്യം കുടുംബജീവിതം ഉണ്ടല്ലോ വളരെ ഏറെ ആസ്വദിച്ച് വളരെയേറെ സ്നേഹിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കുടുംബമാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സ്വർഗമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാര്യം സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ തള്ളല്ലേ എന്ന് ചോദിക്കും. പക്ഷെ അതല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ കുടുംബത്തും ഉണ്ട്. ഏത് കുടുംബത്തെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അതെ, മനുഷ്യന്മാരാകുമ്പോഴത്തേക്കിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ പിന്നെ വേറെ ആരുണ്ട്, ഒരു ചെറിയ കാര്യങ്ങൾ മതി അതൊരു വലിയ വിഷയമാണ്. പക്ഷെ അത് അതിൻ്റെതായിട്ടുള്ള ലാഭത്തോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ജീവിച്ചു പോകും. ഓക്കെ. അപ്പോൾ അന്നത്തെ ഇപ്പം 32 വർഷമായി നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ട്. അപ്പം ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഓർമ്മകളും എല്ലാം ഉണ്ടോ? കാര്യം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും ആയിരിക്കത്തില്ല കല്യാണത്തിന്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ എല്ലാവരും ഒരുമിച്ച് കൂടുക അല്ലേ, അങ്ങനെ ഒരു കൂട്ടായ്മ പരിപാടിയൊക്കെ ആയിരുന്നല്ലോ കല്യാണത്തിന്. അപ്പോൾ അന്നത്തെ ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു കല്യാണത്തിൻ്റെ? ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സീരിയസ് ആയിട്ട് ഞാനത് എടുത്തില്ല. സീരിയസ് ആയിട്ട് എടുത്തില്ല. അത് ശരി. കാര്യം എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു പാകതയായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാണുന്നവരുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് അത്തി എത്രാമത്തെ വയസ്സിലായിരുന്നു കല്യാണം കഴിച്ചത്? അത് ഏകദേശം ഒരു 24 വയസ്സ് 25 വയസ്സ് അത്രേ ഉള്ളൂ. ആണല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, അതൊരു പാകതയായിട്ടില്ല. നമുക്ക് എന്താണ് കുടുംബജീവിതം, എന്താണ് ഒരു കുഞ്ഞുകളി പോലെ ഒരു തമാശ പോലെ ആയിരുന്നു. അത് ശരി. കാര്യം അങ്ങനെ ആയിരുന്നു ഞാൻ കണ്ട. പക്ഷെ എൻ്റെ കൂടെ ഷംല വന്നിടത്തോളം കാലം ഞങ്ങൾ വലിയ ഒരു തർക്കമോ കാര്യങ്ങളോ ആ തമാശയിൽ അവളും എൻജോയ് ചെയ്തെന്നുള്ള. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ വലിയ വഴക്കുകളോ തർക്കങ്ങളോ അങ്ങനെ വലിയൊരു ഞാൻ ഇന്നേ അടി വരെ ഷംല അടിക്കുകയോ ഒഴിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല.
ഒരുപാട് ഞാൻ സങ്കടപ്പെടുത്തിയിട്ടുമില്ല. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. കഴിവതും നല്ല ഒരു സ്നേഹത്തോടു കൂടി തന്നെയാണ് നാളിതേ വരെ ഞാൻ എൻ്റെ കുടുംബം കൊണ്ടുപോയത്. അതെ, കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എൻ്റെ കുടുംബം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗമായിട്ട് തന്നെ ഞാൻ കരുതുന്നത്. എൻ്റെ മക്കൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു തർക്കവും ഇല്ല. കാര്യം എന്താണെന്നറിയോ, ഈ ഒരു കാര്യത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവും ഞാനാണെന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനായ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഫാമിലിയാണ് കിട്ടിയത്. ഇപ്പം കാണുന്നവർക്കാണേലും അത് ഏകദേശം മനസ്സിലാവും. കാര്യം നമ്മുടെ കമൻറ്റ് സെക്ഷനിലാണെങ്കിൽ പോലും ഒരുപാട് പേര് പറയാറുണ്ട് നല്ലൊരു കുടുംബമാണ്, നല്ല ഫാമിലിയാണ്, നല്ല ഇതാണ്, സ്നേഹമുള്ള അച്ഛനും അമ്മയൊക്കെയാണ്. അത് കറക്റ്റാണ് കേട്ടോ. ഇവർ അദ്യയാണെങ്കിലും ഉമ്മച്ചിയാണെങ്കിലും ഭയങ്കര സ്നേഹമുള്ള മക്കളെന്ന് പറഞ്ഞാൽ ചത്ത് കിടക്കുക. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, എന്നാലും ഇവിടെ ഇച്ചിരി ഭയങ്കര സ്നേഹം കൂടുതലാണ്. അതൊരു കണക്കിന് വലിയ ഭാഗ്യം കേട്ടോ. സത്യമായിട്ട് ഞാൻ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഇതേ നാളിതേ വരെ എന്തെങ്കിലും ഒരു പറഞ്ഞാൽ തന്നെ ഞാനത് അത്ര കാര്യമാക്കുക, അല്ല മറ്റുള്ളവർ ഞാൻ കാരണം സങ്കടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല, ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. കാര്യം നമ്മൾ കാരണം ആരും വേദനിക്കല്ലേ എന്നൊരു വിശ്വാസക്കാരനാണ് ഞാൻ. ഇപ്പൊ ഏതായാലും ക്രിസ്മസിന്റെ ഒരു സീസണാണ് അല്ലേ? അപ്പോഴത്തേക്കിനും 32 വർഷത്തിന് മുന്നേ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാര്യം അന്ന് എങ്ങനെയായിരുന്നു അത്തി ഉമ്മച്ചീനെ പെണ്ണ് കാണാൻ പോയത്? ഇത് ആദ്യമേ ഞാൻ പറയുകയാണ് കേട്ടോ, ഇത് കാണാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് കാണുക. ഇത് നമ്മളൊരു ടോക്ക്, ഒരു വ്ളോഗ് പോലെ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ ഇത്? അപ്പോൾ എങ്ങനെയായിരുന്നു അത്തി ഉമ്മച്ചീനെ പെണ്ണ് കാണാൻ പോയതും കാര്യങ്ങളും ഒക്കെ? അതൊക്കെ ഒരു നല്ലൊരു സംഭവമാണ്, നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് പോയി പോയോ? കൂട്ടത്തിൽ എൻ്റെ പിതാവും ഉമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പെങ്ങളുടെ ഭർത്താവ്, ഞങ്ങൾ 4 പേരും കൂടെ പോയത് കണ്ടപ്പോഴേ എനിക്കിഷ്ടമായിരുന്നു. പിന്നെ വേറെ ആരും പോകാനും അത് ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെ അല്ലേ, ഇഷ്ടമായിരുന്നു. പിന്നെ കുറച്ച് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നല്ലോ. ഞങ്ങള് അറിയാത്ത രീതിയിൽ ഒരു പ്രണയമോ അങ്ങനത്തെ കാര്യങ്ങളോ അന്ന് ഞാൻ പറഞ്ഞില്ല, അന്ന് മൊബൈൽ ഫോൺ ഇല്ലല്ലോ, മനസ്സിലായി? അന്ന് ലാൻഡ് ഫോണൊന്നും നമ്മുടെ വീട്ടിൽ ഇല്ല. അതൊക്കെ കാശുള്ളവൻ്റെ, അന്ന് പറഞ്ഞില്ലേ ഈ TV ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കാശുള്ളവൻ്റെ വീട്ടിലും. അപ്പം അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ആകെപ്പാടെ പുറം ലോകമായിട്ട് ബന്ധപ്പെട്ട പത്രം, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഇപ്പോഴത്തെ രീതിയിലുള്ള ടെക്നോളജി ഒന്നും അന്നില്ല, ഒന്നും അറിയാൻ സാധിക്കത്തില്ല. എന്നിട്ട് കണ്ടിട്ട് ചങ്ങനാശ്ശേരി എല്ലാം ഞാൻ കണ്ടു. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ അപ്പനും അമ്മയും എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് തീരുമാനിച്ചു. ഒക്കെ പക്ഷേ എന്നിട്ടുണ്ടല്ലോ, ഞാൻ ചങ്ങനാശ്ശേരി ചന്തയിൽ പോയി. ചങ്ങനാശ്ശേരി ചന്തയിലാണ് ഷംലയുടെ വീട്. ചങ്ങനാശ്ശേരി ചന്തയിൽ പോയിട്ട് ഞാൻ ഒരു തോക്ക് പോലും കാണാൻ പോലും ശ്രമിച്ചിട്ടില്ല. അതായത് കല്യാണത്തിന് മുമ്പ് എനിക്ക് കാണാൻ പറ്റും. ഒരുപാട് സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ അന്ന് പെണ്ണ് കാണലിന് ഉമ്മച്ചീനെ കണ്ടു, അതിനുശേഷം പിന്നെ കല്യാണത്തിനാണോ കാണുന്നത്? പിന്നെ കല്യാണത്തിനാണ്. അപ്പം ഒരുപാട് പ്രാവശ്യം ഞാൻ ചങ്ങനാശ്ശേരിയിലൊക്കെ ചന്തയിലും ഒക്കെ പോയിട്ടുണ്ട്, ഓരോ സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട്. എന്നാൽ പോലും ഞാൻ ഒന്ന് കാണണം, മനസ്സിലാത്ത ആ സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നിട്ട് ഞാൻ നേരിട്ട് ഒന്നുകൂടെ കാണാൻ പോയി ശ്രമിച്ചിട്ടില്ല. അന്ന് എന്ത് ജോലിയായിരുന്നു ചെയ്തോണ്ടിരുന്നത്? അന്ന് ഞാൻ പച്ചക്കറി കച്ചവടമൊക്കെ ആയിരുന്നു. അതിനും പോയിട്ടുണ്ട്. അപ്പം കല്യാണത്തിന് മുമ്പുള്ള കാര്യമാണ്. അന്ന് പച്ചക്കറി കച്ചവടം, വണ്ടിയിൽ 4 വീല് സൈക്കിൾ വണ്ടി, അതേലായിരുന്നു കച്ചവടം. അപ്പൊ അങ്ങനെ എന്നിട്ട് പെണ്ണ് കണ്ടു. പെണ്ണ് കണ്ടതിന് ശേഷം കുറെ നാളെടുത്തോ കല്യാണത്തിന്? പിന്നെ ഒരു 2-3 മാസം എടുത്തെന്ന് തോന്നുന്നു. ആണല്ലേ? ഓർക്കുന്നില്ല. പക്ഷെ ഡിസംബർ 19 കല്യാണം. അത് കൃത്യം. പിന്നെ വേറെ ആരുണ്ട്, ഒരു പെൺകുട്ടിയെ ഇറക്കി വിടുമ്പോഴത്തേക്കും ആൺപിള്ളേർ വിവാഹം കഴിക്കുന്ന പോലല്ല പെൺകുട്ടികൾ. അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് സാമ്പത്തികം ഉണ്ടാവണം, കല്യാണ ചെലവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അവരും നമ്മളെപ്പോലെ ആയിരുന്നു. അതായത് ഷംലയുടെ വീട്ടുകാരും നമ്മളെപ്പോലെ സാധാരണപ്പെട്ടവരും. അവർക്കും അന്നേരം കൊണ്ട് കഴിച്ചു പോകുന്ന ആൾക്കാരായിരുന്നു. ഏതായാലും ഒരു പാവപ്പെട്ട ഷംലയുടെ വാപ്പടായിരുന്നു, വാപ്പായും ഉമ്മച്ചിയൊക്കെ ആയിരുന്നു. അവരുടെ ഒരു മോളായിരുന്നു. അവർ 7 മക്കളെ ഉണ്ടായിരുന്നു. അതിൻ്റെ 4ാമത്തെ ആയിരുന്നു ഞാൻ കല്യാണം കഴിച്ചിരുന്നത്. ഏതായാലും അവിടെ ഒരു പാവമായിരുന്നു കേട്ടോ. ഇപ്പോഴും അത് തന്നെ, പാവമാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. അതാണ് അച്ചടക്കം എന്ന് പറഞ്ഞു. മനസ്സിലായോ? അച്ചടക്കം ഉണ്ടായെങ്കിൽ മാത്രമേ കുടുംബജീവിതം വിജയിക്കത്തുള്ളൂ. ഇപ്പൊ 2 പേരും തമ്മിലൊരു തർക്കം ഉണ്ടായാലും അത് വലിയൊരു സംഭവമായിട്ട് മാറും. അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കല്യാണങ്ങളിലൊക്കെ പലരിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ, ഞാനാണ് വലിയ സംഭവം, അങ്ങനെയുള്ളൊരു സാധനമൊക്കെ കാണാറുണ്ട്.
അത് നിങ്ങളുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളിയോ? ഞങ്ങൾക്ക് ഈഗോ എന്നുള്ളതൊക്കെ ഇപ്പോഴല്ലേ ആ വാക്കുകളൊക്കെ മനസ്സിലാകുന്നത്. അന്നത്തെ ആകുന്നല്ല മോനെ എന്നാന്നറിയോ, ഈ ഭാര്യ പറഞ്ഞു ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരുടെ കാര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ചിന്തിക്കുന്നതും അന്നത്തെ, അതായത് ഞങ്ങളെയൊക്കെ പ്രായത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലായി? കാരണം ഇപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പെണ്ണ് കാണാൻ പോകുമ്പോഴത്തേക്കും പെണ്ണിൻ്റെ അഭിപ്രായങ്ങൾ മാത്രമല്ല, ആ വീട്ടിലെ മാതാപിതാക്കളും അവരുടെ അമ്മാവന്മാരെ അതുപോലെ വേണ്ടപ്പെട്ടവരൊക്കെ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് കല്യാണം ഉറപ്പിക്കുന്നത്. ഇപ്പം അതാണോ? ഇപ്പം ചെറുക്കനും പെണ്ണും കൂടെ ഓക്കെ കല്യാണം ഉറപ്പിക്കുക, വീട്ടിൽ അവതരിപ്പിക്കുക, ഓക്കെ കല്യാണം. ഇപ്പോഴത്തെ ഒരു രീതി ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, എൻ്റെ ചെറിയ അറിവിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ സംസാരിച്ച് ടൗണിലെത്തി. അപ്പോൾ നമ്മൾ ജൗളിക്കട എത്തി. ഇനി അകത്തത്തെ വിശേഷങ്ങളൊക്കെ കാണാം. കല്യാണ സാരി മേടിച്ചത് ഈ കളറുള്ള സാരിയാണ് ഇപ്പോഴും ഓർക്കുന്നു. ഇപ്പോഴും ഉണ്ടത്. 30-32 വർഷം മുമ്പുള്ള കാര്യമാണ്. ഈ കളറാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ട്. ഇതേപോലെ തന്നെ ഏതായാലും 1-2 സാരി ഇട്ട് നോക്കട്ടെ. അതെടുത്തോട്ടെ, അത് കാപ്പി മുന്താണി കാപ്പി ഇഷ്ടംപോലെ സാരികൾ. സെലക്ഷൻ അറിയത്തില്ല എന്നുള്ള സത്യം തന്നെയാണ്, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. അപ്പോൾ കുറേ ഏറെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്, ഇഷ്ടം പോലെ നോക്കിക്കുമെന്നും പറഞ്ഞു. ഒന്നാം സമയം ഒരുപാടായി, കാര്യം ഇത് ക്ലോസ് ചെയ്യേണ്ട സമയമായി. എന്തായാലും നമുക്ക് വേണ്ടി ഒരല്പസമയം കൂടെ അവർ വെയിറ്റ് ചെയ്യണേ. പെട്ടെന്ന് തന്നെ അത് എടുത്തോളാം എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ തപ്പുവാണ്. ഏതൊക്കെയാണ് എടുക്കേണ്ടത്? ഒരു ദിവസം നീ ഇവിടെ സഹായിക്കും. അതെ, പച്ച വേണ്ടെന്ന്. വേണ്ട. ഇതോ സ്വർണ്ണമോ അല്ലേ? സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ? കളർ വേണ്ട, സ്വർണ്ണ കളർ വേണ്ട. ഇതെങ്ങനെയുണ്ട്? നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരോട് സെലക്ട് ചെയ്തേനെ. ഇതെങ്ങനെയുണ്ട്? നല്ലതല്ലേ? അത് മതിയോ? ആ, ബ്ലാക്ക് പോലല്ലേ? അത് സാരമില്ല, ചുമച്ചക്ക് ചേരുമല്ലേ? ഇത് ഷംലാക്ക് ചേരും എന്നാണ് എൻ്റെ വിശ്വാസം. 2 സാരി എടുത്തിട്ടുണ്ട്. ഇതെടുക്കണോ എന്നറിയത്തില്ല. കണ്ടോ, സംഭവം നല്ല ബോർഡറൊക്കെ ഉണ്ട്. എന്താണ് ഞങ്ങൾ, പക്ഷേ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഇഷ്ടപ്പെട്ടത്. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു ഇതിനൊക്കെ ഇത് ചേരുമെന്ന് തോന്നുന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പോൾ സ്ത്രീകളാകുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് ഒരെണ്ണം എടുക്കണമെങ്കിൽ ഒരു 50 എണ്ണമെങ്കിൽ നോക്കിയാൽ അവർക്കത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പിന്നെ അത്രയും സെലക്ഷനൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഒരു സാരി അങ്ങ് എടുത്തു. ഇത് തന്നെ എടുത്തു. ഈ സാരി എങ്ങനെയുണ്ട്? സെലക്ഷൻ അറിയാമെന്ന് നോക്കട്ടെ. അയ്യോ അത്തി, അങ്ങനെ ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും. അല്ല എന്തായാലും പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു. ഒരുപാടുണ്ട്, ഏതെടുക്കണം എന്നറിയാൻ പറ്റും. കൺഫ്യൂഷനായി. അല്ല, ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെടുവോ? അവർ പറഞ്ഞത് എന്നാന്നറിയാം, ഇതിപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ ഇവിടെ തിരിച്ചു കൊണ്ട് കൊടുത്താൽ അവർ വേറെ വാർത്തരാതാണ്. അല്ല, എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനത് എടുത്തതേ ഉള്ളൂ. ബില്ലടിക്കാനായിട്ട് താഴോട്ട് പോകാം. അപ്പോൾ സാരിയൊക്കെ മേടിച്ചു. എനിക്കൊരു സമ്മാനം മേടിച്ച് തരാനായിട്ട് എൻ്റെ മകൻ ഇവിടെ അടുത്തൊരു വെള്ളിയുടെ ഒരു മോതിരം, ഒരു സമ്മാനം മേടിക്കാനായിട്ട് ഞങ്ങളൊരു സ്വർണ്ണക്കടയിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്വർണ്ണവില നമുക്കറിയാമല്ലോ, വെള്ളി മോതിരമാണ് ഏറ്റവും നല്ലത്. ഞാനതൊരെണ്ണം എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ സെലക്ട് ചെയ്യാം. കൈക്ക് പറ്റുന്ന ഏതാണോ തീരെ കുറഞ്ഞല്ലോ, തീരെ കുറഞ്ഞ പെട്ടെന്ന് ഫീഡായി. മോതിരത്തിൻ്റെ അകത്ത് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ കൈക്ക് ചേർന്ന് വേണം ഇത് ഇടാനായിട്ട്. ഈ കല്ല് ഏതാ ഇത്? നല്ല കല്ലെന്ന് പറഞ്ഞാൽ എന്തായാലും ശരി. എൻ്റെ മകൻ്റെ വക ഒരു മോതിരം. ഷംലാക്കൊരു ബാഗ് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴേ. ഏത് കളറാണ്? ഞാനത് ആലോചിക്കുന്നത് ഏതെടുക്കും. ഒരു ബാഗ് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ പോകുമ്പം വെള്ളമോ മൊബൈലും ഒക്കെ വെക്കാനായിട്ട് ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര തോളത്തിരുന്നുള്ളൂ.
എൻ്റെ വക സാരി, എൻ്റെ മകൻ്റെ വക ഒരു ബാഗ്. അപ്പം വെഡിങ് ആനിവേഴ്സറി ആയിട്ട് സമ്മാനങ്ങൾ ഇഷ്ടം പോലെ. ഇത് ഇഷ്ടം പോലെ കണ്ടില്ല. ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഇപ്പം ക്രിസ്മസിൻ്റെ ഒക്കെ തിരക്കാണ് കടകളിലൊക്കെ, നല്ല തിരക്കാണ്. ഇഷ്ടം പോലെ സാധനങ്ങൾ കണ്ടില്ലേ, ചെരുപ്പിൻ്റെ ഒരു കൂമ്പാരവും ബാഗ്, കുട എല്ലാം ഐറ്റമുണ്ട്. ഇപ്പം സാരി, ബാഗും ഒരു മോതിരം. ഞാൻ ആദ്യമായിട്ടാണ് മോതിരം ഇടുന്നത്, ഒരു വെള്ളിയുടെ മോതിരം. കാര്യം എനിക്ക് അതിനോടൊന്നും പിന്നെ താല്പര്യമില്ലായിരുന്നു. പിന്നെ മോൻ്റെ ഒരു സമ്മാനമല്ലേ, നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഇത് സാധനമെല്ലാം മേടിച്ച് നമ്മൾ ഇവിടെ ഒരു തട്ടുകട വന്ന് 2 ദോശയും കഴിക്കാം. എല്ലാവർക്കും ചോദിച്ചപ്പം പിള്ളേർക്കെല്ലാം ഇഷ്ടമാണ് ദോശയും ചമ്മന്തിയൊക്കെ കൂട്ടി എന്തെങ്കിലും കഴിക്കാം. ദോശയും ചമ്മന്തി, മുളക് ചമ്മന്തി എല്ലാം കൂട്ടി. അപ്പം നമ്മൾ ദോശയൊക്കെ തിന്നും സമ്മാനമൊക്കെ ആയിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. നമുക്ക് നോക്കാം ഈ സാരി കൊടുത്തു കഴിയുമ്പോൾ ഷംലയുടെ ആ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണണ്ടേ. വീട്ടിലോട്ട് പോകാം കേട്ടോ. കഥയൊക്കെ അടച്ചിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുക. കാര്യം ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നു, ഞാനും ഫിറോസും എല്ലാം കൂടെ പോയില്ലേ. ബെല്ലടിക്കാം. തുറക്ക കെട്ടിയവനാ. വാ, നീ പറഞ്ഞില്ലേ ഒരു ബാഗ് വേണമെന്ന്. എന്നാ ബാഗ് ഇത് നിൻ്റെ മകൻ ഫിറോസ് മേടിച്ച സമ്മാനമാണ്. നീ ഇന്നാളെ കണ്ട പറഞ്ഞില്ലായിരുന്നു ഒരു ബാഗില്ല, എവിടെയെങ്കിലും ഒന്ന് പോകുമ്പോഴത്തേക്കും വെള്ളമോ മോരൊക്കെ ഒരു നല്ല ബാഗ് വേണമെന്ന്. അവനത് ഇപ്പോൾ അത് വർക്കൗട്ട് ചെയ്തു. അപ്പം അവനോട് താങ്ക്സ് പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ? അത്യാവശ്യ സാധനങ്ങളൊക്കെ. ഡിസംബർ 19 ഞാൻ 32 വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. ആ ഓർമ്മ നമ്മൾ ഒന്നുകൂടെ പുതുക്കി കറക്റ്റ് ദിവസം തന്നെ. ഇന്ന് 18, നാളെ 19. അഡ്വാൻസായിട്ട് നമ്മളൊരു സമ്മാനം കൊടുക്കുക എൻ്റെ ഭാര്യയ്ക്ക്. അല്ല, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. നോക്കട്ടെ, ഇഷ്ടപ്പെട്ടാലും ഇല്ലല്ലോ എൻ്റെ ഭർത്താവും എൻ്റെ മകനും കൊണ്ട് തരുന്നില്ലേ. ഏത് ചെറിയ സാധനമാണെങ്കിലും അത് നമ്മൾ സന്തോഷത്തോടെ മേടിക്കണം. അത് ഏറ്റവും വലിയ സന്തോഷം ഒരു ഞങ്ങളെപ്പോലുള്ളവർക്ക്. അയ്യോ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചെറുതാണേലും വലുതാണേലും ഉള്ള സ്നേഹത്തോടെ സന്തോഷത്തോടെ മേടിക്കാന്നുള്ള. നീ നോക്കിക്ക്, നിനക്ക് അടിപൊളി സാരിയാണ്. ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. നല്ല സാരിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ എനിക്കില്ലായിരുന്നു. കട അടയ്ക്കാൻ പോകുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടപ്പെടുമോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല, ഇത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇതിന് മുന്താണിയൊക്കെ നോക്കാൻ എനിക്ക് അല്ലെങ്കിൽ ഫിറാസിനും ഒന്നും വലിയ സെലക്ഷനൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. നല്ല സാരിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നിവർത്തി നോക്കി ഇങ്ങനെ പുറമെ. കാര്യം നിനക്കത് ചേരും എന്നുള്ള വിശ്വാസത്തിലാണത് മേടിച്ചത്. മുന്താണി ഏതാന്ന് നോക്കട്ടെ. വേണ്ട, ഈ കളർ എനിക്കില്ല കേട്ടോ. കൊള്ളാം, നല്ല അടിപൊളി സാരിയാണ് കേട്ടോ. വെച്ച് നോക്കട്ടെ. ഇങ്ങനല്ലേ? അല്ല, അത് മുന്താണിയില്ലേ, അത് നമുക്ക് ഇങ്ങനെ വെച്ച്. എങ്ങനെയുണ്ട്? കൊടുകൈ സന്തോഷമായി. സന്തോഷം. 32 വർഷത്തെ ഞങ്ങളുടെ ദാമ്പത്യത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു ദിവസം ഒരു സമ്മാനം മേടിച്ചു കൊടുക്കാൻ പറ്റിയത്. പിന്നെ ഒരു മോതിരം. കേട്ടെ, ഇത് വിറാസിന് എനിക്ക് മേടിച്ചു തന്ന ഒരു മോതിരം. ഞാൻ വെള്ളി മോതിരം കല്ലൊക്കെ വെച്ച് ഒരു വെള്ളി മോതിരം. ഞാനങ്ങനെ മോതിരം അങ്ങനെ ഇടുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എൻ്റെ മോനത് മേടിച്ചു തന്നപ്പോഴത്തേക്കും ഒരു നല്ല സന്തോഷം. ഒരു ചെറുതല്ല, അല്ല. അപ്പം വേറെ ഈ ഒരു സന്തോഷം നമ്മളോട് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഒരു സന്തോഷം കിട്ടും. ബാഗും കിട്ടി, ഇഷ്ടപ്പെട്ടെ സാരി. നല്ല സാരിയാ, എനിക്ക് കളറില്ലായിരുന്നു ഈ സാരി. അപ്പോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ഓ, താങ്ക് യു. ഇത് ഞാൻ എന്തെങ്കിലും മേടിച്ചേ. മാതാമ്മ എപ്പോഴാണ് ഇംഗ്ലീഷൊക്കെ പഠിച്ചേ? ഞാൻ നാളെ മേടിച്ചു തരാവേ. എന്താ മേടിച്ചു തരുന്നത്? സർപ്രൈസ് അല്ലേ? അത് തന്നെ. എത്ര വർഷത്തെ സംഭവം അറിയോ? എത്ര വർഷമായി? 32 വർഷം അല്ലേ? പിണങ്ങിയും അല്ലേ?
ഒരുപാട് ദുഃഖങ്ങളും പരാജയങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷേ ഇപ്പം എന്തായാലും ശരി, അതൊക്കെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ, ഇണക്കവും പിണക്കവും ഒക്കെ. ഞങ്ങൾ അങ്ങനെ ഇല്ല കേട്ടോ. സന്തോഷത്തോടെ തന്നെ ഈ നിമിഷം വരെ ഞങ്ങൾ സന്തോഷത്തോടായിരുന്നു. നാളത്തെ കാര്യം പടച്ചവൻ അറിയത്തുള്ളൂ. എല്ലാം ഞങ്ങളെ രണ്ടുപേരെയും ആയുസ്സും ആരോഗ്യം തന്ന് പടച്ചവമ്പുരാൻ ഞങ്ങളെ അങ്ങ് മുന്നോട്ട് ഇനിയത്തെ വർഷങ്ങളെ ഞങ്ങൾ ജീവിക്കാനായിട്ട് അല്ലേ കേട്ടോ കേട്ടോ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഒരു വിജയം തന്നെയായിരുന്നു. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ഇച്ചിരി നേരത്തേക്ക് കാണത്തുള്ളൂ കേട്ടോ. വഴക്കുല്യോ അടിമകളൊന്നും അല്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാലിട്ടല്ലോ ദാമ്പത്യ ജീവിതം പലയിടത്തും പല രീതിയിൽ ഒരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിട്ടുവീഴ്ചയും മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലുതാക്കാതിരിക്കുക അല്ലേ, അങ്ങനെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റും. ഏറ്റവും വലുത് കുടുംബം തന്നെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും എന്ന് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. എൻ്റെ കുടുംബമാണ് എൻ്റെ സ്വർഗം.